വിശദമായി കേരളത്തിൽ 8 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 5 പേർക്കും പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി ആർ കാർത്തിക് ചേർന്നു. കാർത്തിക്, ഇന്നത്തെ കോവിഡ് അപ്ഡേറ്റുകൾ വിശദമായി ഏത് രീതിയിലാണ് കണക്കുകളിലേക്ക്? സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 5 പേരും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നതാണ് ശ്രദ്ധേയം. അതിൽ 4 പേരും കോഴിക്കോട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 4 പേരും നിസാമുദ്ദീനിൽ നിന്ന് എത്തിയതാണ്. ഒരാൾ വിദേശത്ത് നിന്നും. കോഴിക്കോടും ഇതോടെ കോവിഡ് ഭീതി ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം കോഴിക്കോട് ഇതോടെ 11 മാറുകയാണ്. ഇതുവരെ നിസാമുദ്ദീനിൽ നിന്നും വന്ന 10 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഒരു പോസിറ്റീവ് കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് ഏറെ ആശ്വാസകരം. കണ്ണൂരിൽ ഒരാൾക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവർ അവർക്ക് കോവിഡ്-19 പകർന്നത് സമ്പർക്കത്തിലൂടെയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചയാൾ ഡൽഹിയിൽ നിന്നും കഴിഞ്ഞയാഴ്ച എത്തിയതാണ്. ഇയാൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് 6 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതാണ് സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ്-19മായി ബന്ധപ്പെട്ട കണക്കുകൾ. തിരുവനന്തപുരത്ത് ചികിത്സയിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ 4 പേരും കോഴിക്കോട് 2 പേരും ഇന്ന് ഡിസ്ചാർജായി എന്നതാണ് മറ്റൊരു കണക്ക്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,58,617 പേര് നിരീക്ഷണത്തിലാണ്. ഇവരിൽ 1,57,841 പേരും വീടുകളിലാണ്. 776 പേർ ആശുപത്രികളിലും. ഏതായാലും രോഗലക്ഷണങ്ങളുള്ള 921 പേരുടെ പരിശോധനാ ഫലമാണ് ഇനി സംസ്ഥാനത്ത് ലഭിക്കാനുള്ളത്. അപർണ. റൈറ്റ്, കാർത്തിക് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്തെ 274 ജില്ലകൾ കോവിഡ് ബാധിതമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3700 കടന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 77 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെങ്കിലും മരണസംഖ്യ 90-ന് മുകളിലാണ്. ഡൽഹി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 8 മാസം ഗർഭിണി ഉൾപ്പെടെ 7 മലയാളി നഴ്സുമാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. टोटल 3,374 कोविड-19 के कंफर्म केसेज आ चुके हैं. 472 नए केसेज आए हैं. अब तक टोटल 79 डेथ रिपोर्ट हुई हैं. साथ ही 267 persons they have already recovered also from COVID-19. കഴിഞ്ഞ 4 ദിവസത്തിനിടെ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ആന്ധ്ര, തെലങ്കാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് കൂടുതൽ വൈറസ് ബാധിതർ. തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഇന്ന് മരണമുണ്ടായി. ചെന്നൈ, രാമനാഥപുരം, സൂറത്ത് സ്വദേശികളാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ വൈറസ് ബാധിതരുടെ എണ്ണം 700-നടുത്തായി. ഡൽഹി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 7 മലയാളി നഴ്സുമാർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതിൽ ഒരാൾ 8 മാസം ഗർഭിണിയാണ്. ഇവർക്ക് എവിടെ നിന്ന് കോവിഡ് ബാധിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ല. നേരത്തെ ഇതേ ആശുപത്രിയിലെ ഡോക്ടർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. ഡൽഹിയിലെ ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്ക് കൃത്യമായ പരിചരണം കിട്ടുന്നില്ലെന്ന് വ്യാപകമായി പരാതിയുണ്ട്. എയിംസിലെ ട്രോമ കെയറിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡൽഹി ആർകെപുരത്തിന് സമീപമുള്ള ചേരി അടച്ചു. രാജ്യത്തെ 274 ജില്ലകൾ കോവിഡ് ബാധിതമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വായുവിലൂടെ പകരില്ലെന്നും മന്ത്രാലയം. കോവിഡ് വ്യാപിക്കുന്നതിനെ തുടർന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റിന് ICMR മാർഗരേഖ പുറത്തിറക്കി. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ചുമ, ജലദോഷം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ റാപ്പിഡ് ടെസ്റ്റിന് വിധേയമാക്കും. കോവിഡ് വായുവിലൂടെ പകരില്ലെന്നും ICMR വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. കോവിഡ് പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ദീപം തെളിക്കൽ ഇന്ന് രാത്രി 9 മണിക്ക്. വീടുകളിലെ പതിവ് വിളക്കുകളെല്ലാം അണച്ച് വാതിൽപ്പടിയിലോ ടെറസുകളിലോ നിന്ന് ടോർച്ചോ മൊബൈൽ വെളിച്ചമോ ദീപമോ തെളിയിക്കാനാണ് ആഹ്വാനം. 9 മണി മുതൽ 9 മിനിറ്റ് നേരത്തേക്കാകണം പ്രകാശം പരത്തേണ്ടത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഏത് രീതിയിലാണ് വെളിച്ചം കൊണ്ടുള്ള ഒരു ഐക്യപ്പെടലിലേക്ക് രാജ്യം നീങ്ങുന്നത്? ക്രമീകരണങ്ങൾ ഏതെല്ലാം രീതിയിലാണ് എടുത്തു പറയാനുള്ളതും? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തും കൃത്യം 9 മണിക്ക് തന്നെ ദീപം തെളിക്കും. എന്തായാലും എല്ലാവരും വീടുകളിലാണ്. ലോക്ഡൌണിൽ പെട്ടതോടെ എല്ലാവരും വീടുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. വീടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദീപം തെളിക്കുന്ന ആ ഒരു ഐക്യപ്പെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യം 9 മുതൽ 9 വരെ, അതായത് കൃത്യം 9 മിനിറ്റ് ആയിരിക്കും ഈ ദീപം തെളിക്കുന്നത്. എന്തായാലും ജനതാ കർഫ്യൂ സമയത്ത് നമ്മൾ കണ്ടതാണ്. കേരളം പൂർണ്ണമായും അതിനോട്
അണിചേരുകയാണ് ചെയ്തത്. സമാനമായ കാഴ്ച തന്നെ ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യം രാത്രി 9-ന് തന്നെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഈ കോവിഡ് പ്രതിരോധത്തിന്റെ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായുള്ള ദീപം തെളിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് ഇത്തരം ദീപം തെളിയിക്കുന്നത് പൊതുവിൽ ഒരു വൈദ്യുതി ലൈനിലുള്ള വ്യതിയാനം പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് കഴിവതും വീടുകളിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ദീപങ്ങൾ തെളിക്കാനാണ് പൊതുവിലുണ്ടായ നിർദ്ദേശം. എന്തായാലും സംസ്ഥാനത്ത് അത് മറ്റൊരു തടസ്സവും ഉണ്ടാക്കില്ല എന്ന് KSEB വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപം തെളിക്കുന്നതിൽ പിന്തുണ അറിയിച്ച നടൻ മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മമ്മൂട്ടിയുടെ ആഹ്വാനം റീട്വീറ്റ് ചെയ്താണ് മോദി നന്ദി അറിയിച്ചത്. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ സംരംഭത്തിൽ എല്ലാവരും പങ്കുചേരണമെന്നായിരുന്നു മമ്മൂട്ടിയുടെ ആഹ്വാനം. പ്രധാനമന്ത്രിയുടെ ഐക്യദീപ വിളക്ക് ആഹ്വാനത്തെ പിന്തുണച്ച് നടൻ മോഹൻലാലും ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് മോഹൻലാൽ അഭ്യർത്ഥിച്ചു. Are together in strength of mind to fight this unseen enemy. In these difficult times amidst a nationwide lockdown, our Honorable Prime Minister has requested all of us to join in solidarity today, Sunday the 5th of April at 9 p.m. for 9 minutes in a spirit-lifting initiative to light a lamp in front of our homes. The light that we shine should be the beacon for hope and solidarity for all the Indians, and I implore each one of you tonight to light a lamp in front of your house. My best wishes to this coming together. May this light be our resoluteness. Loka samasta sukhino bhavantu. രാജ്യത്തിന് പുറത്ത് ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചത് 4 മലയാളികൾ. അമേരിക്കയിൽ 2, അയർലൻഡിലും സൌദിയിലും ഓരോ മലയാളികളുമാണ് മരിച്ചത്. അമേരിക്കയിൽ കോവിഡ് ബാധ മൂലം മരിച്ച മലയാളികളുടെ എണ്ണം 4ആയി. കോവിഡിനെതിരെ സൈന്യത്തെ അടക്കം വിന്യസിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അമേരിക്ക. രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന ന്യൂയോർക്കിന് ആവശ്യമായ സഹായം ഉറപ്പാക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 3 ലക്ഷത്തിലേറെയായി. ലോകത്ത് കോവിഡ് ബാധിതർ 12 ലക്ഷവും മരണസംഖ്യ 65,000-ഉം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അമേരിക്കയിൽ മരിച്ചത് 1000-ലേറെ പേർ. വരും ദിവസങ്ങളിൽ രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുകയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. രോഗവ്യാപനം വേഗത്തിലായ ന്യൂയോർക്കിൽ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സൈന്യത്തെയും വിന്യസിക്കും. കടുത്ത പ്രതിസന്ധിയാണ് ന്യൂയോർക്കിലെന്ന് ഗവർണർ ആൻഡ്രൂ കോമുവും വ്യക്തമാക്കി. അമേരിക്കയിൽ മരണസംഖ്യ 9000-ലേക്ക് നീങ്ങുകയാണ്. Will be probably the toughest week between this week and next week, and there'll be a lot of death, unfortunately, but a lot less death than if this wasn't done, but there will be death. യൂറോപ്പിലും രോഗവ്യാപനം തുടരുന്നു. മരണസംഖ്യയിൽ ഇറ്റലിയും രോഗബാധിതരുടെ എണ്ണത്തിൽ സ്പെയിനുമാണ് മുന്നിൽ. ഫ്രാൻസിൽ 24 മണിക്കൂറിനിടെ 1000-ലേറെ പേർ മരിച്ചു. ഫ്രാൻസിൽ മരണസംഖ്യ 7000-ലേക്ക് അടുക്കുകയാണ്. ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം മരിച്ചവരിൽ 5 വയസ്സുകാരനും ഉൾപ്പെടും. 5000-ലേക്കാണ് മരണസംഖ്യ നീങ്ങുന്നത്. മറ്റു രാജ്യങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കുന്ന മാസ്ക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ അമേരിക്ക തട്ടിയെടുക്കുന്നുവെന്ന ആരോപണവുമായി ജർമ്മനിയും ബ്രസീലും രംഗത്തെത്തി. എന്നാൽ ഈ ആരോപണങ്ങൾ അമേരിക്ക നിഷേധിച്ചു. ഏഷ്യയിൽ ഏറ്റവും അധികം മരണം ഇറാനിലാണ്. 3500-ഓളം പേരാണ് ഇറാനിൽ മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. കോവിഡ് രോഗികൾ കൂടുതലുള്ള കാസർകോട്ടേക്ക് പ്രത്യേക ദൌത്യവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം യാത്ര തിരിച്ചു. കാസർകോട് മെഡിക്കൽ കോളേജ് അതിനൂതന കോവിഡ് ആശുപത്രിയാക്കുകയാണ് വിദഗ്ധ സംഘത്തിന്റെ ദൌത്യം. ത്യാഗപൂർണമായ പ്രവർത്തനമാണിതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ SS സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 10 ഡോക്ടർമാരും 10 നഴ്സുമാരും 5 നഴ്സിംഗ് അസിസ്റ്റന്റുമാരും PG വിദ്യാർത്ഥിയുമാണ് ചികിത്സാ സംഘത്തിലുള്ളത്. ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള കാസർഗോഡ് ജില്ലയിൽ മികച്ച ചികിത്സാ കേന്ദ്രമൊരുക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. മെഡിക്കൽ കോളേജിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാക്കും. സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ സംഘത്തെ യാത്രയയച്ചു. പ്രിയപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സ്റ്റാഫും ഒക്കെ അടങ്ങിയ ഈ സംഘം അവരെ സ്വമേധയാ തയ്യാറായിക്കൊണ്ട് കാസർഗോഡിനെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അങ്ങനെ പ്രത്യേക ദൌത്യം ഏറ്റെടുക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സംഘത്തലവൻ ഡോക്ടർ SS സന്തോഷ് കുമാർ. ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുന്നത്.
14 ദിവസം സംഘം കാസർഗോഡ് ഉണ്ടാകും. അതിനുശേഷം പുതിയ ടീമെത്തും. 200ഓളം കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകളും 20 തീവ്രപരിചരണ വിഭാഗങ്ങളുമാണ് തയ്യാറാകുന്നത്. ചികിത്സയ്ക്കൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം കാസർഗോഡ് അതിർത്തിയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ ഇന്നും 2 പേർ മരിച്ചു. ഹൊസങ്കടി സ്വദേശി രുദ്രപ്പ, തുമിനാട് സ്വദേശി യൂസഫ് എന്നിവരാണ് ഇന്ന് മരിച്ചത്. ഇതോടെ അതിർത്തി മേഖലയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെയുള്ള മരണം 9 ആയി. ഹൊസങ്കടി തുമിനാട് മേഖലയിൽ നിന്നുള്ള 2 പേരാണ് കർണാടകയുടെ അതിർത്തി അടയ്ക്കലിന് ഇന്ന് ഇരകളായത്. ഇരുവരും ഹൃദ്രോഗത്തെ തുടർന്നാണ് മരിച്ചത്. ഹൊസങ്കടി സ്വദേശിയായ രുദ്രപ്പ മേസ്ത്രി 2 വർഷമായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. രാവിലെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ തലപ്പാടിയിൽ വെച്ച് വാഹനം കർണാടക പോലീസ് തിരിച്ചുവിട്ടു. തുടർന്ന് ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ മരണം സംഭവിച്ചു. തുമിനാട് സ്വദേശി യൂസഫ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കാസർഗോട്ടേക്ക് വരുന്നതിനിടെയാണ് മരിച്ചത്. തലപ്പാടി ചെക്ക് പോസ്റ്റ് ഒരു കാരണവശാലും തുറക്കില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് കാസർഗോഡിന്റെ അതിർത്തി മേഖലയിൽ 2 മരണങ്ങൾ കൂടി സംഭവിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലേക്ക് പോകുന്ന ആംബുലൻസുകൾ തടയരുതെന്ന ഹൈക്കോടതി ഉത്തരവും കർണാടക സർക്കാർ കാറ്റിൽ പറത്തി. ന്യൂസ് 18 കാസർഗോഡ്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടി ചെക്ക് പോസ്റ്റ് തുറക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ച് കർണാടകം. കാസർഗോഡ് കോവിഡ് സാഹചര്യം ഗുരുതരമാണെന്നും രോഗികളെ മംഗളൂരുവിലേക്ക് പ്രവേശിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ അറിയിച്ചു. HD ദേവഗൌഡ അയച്ച കത്തിന് മറുപടിയായാണ് കർണാടക മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കാസർഗോഡ് കോവിഡ് ബാധ സങ്കീർണമായ സാഹചര്യത്തിലാണ് തലപ്പാടിയിലെ ദേശീയപാത തുറക്കില്ലെന്ന നിലപാട് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ എടുത്തത്. കേരളത്തിൽ നിന്നുള്ള രോഗികളെ പ്രവേശിപ്പിച്ചാൽ കർണാടകയിലെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് വിശദീകരണം. അതിർത്തി അടച്ചത് മുൻകരുതലിന്റെ ഭാഗമായാണ്. കേരളവുമായുള്ള ബന്ധത്തെ ഇത് ബാധിക്കില്ലെന്നും യെദ്യൂരപ്പ HD ദേവഗൌഡയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. അതിർത്തി തുറക്കില്ലെന്ന യെദ്യൂരപ്പയുടെ നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. മലയാളികൾക്ക് ദക്ഷിണ കന്നഡ ജില്ലയിലെ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്നലെ കർണാടക പിൻവലിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കരുതെന്ന് കാണിച്ച് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദക്ഷിണ കന്നഡ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവിറക്കിയത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഉത്തരവ് പിൻവലിക്കാൻ DMO തയ്യാറായത്. ന്യൂസ് 18 കാസർഗോഡ്. കർണാടക അതിർത്തിയിലെ വയനാട് ജില്ലാ ആശുപത്രിയിൽ കന്നഡ ഗ്രാമവാസികൾക്കും പ്രവേശനം നൽകി ജില്ലാ ഭരണകൂടം. കാസർഗോഡ് അതിർത്തി തുറക്കില്ലെന്ന നിലപാടിൽ കർണാടകം ഉറച്ചു നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ സമീപനം. ജില്ലയിലുള്ള ആളുകൾക്ക് പൊതുവെ അവർ 24 കിലോമീറ്റർ മാനന്തവാടിയിലുള്ളതുകൊണ്ട് മാനന്തവാടിനെയാണ് ആശ്രയിക്കുന്നത്. അവർക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ മിനിമം ആളുകൾ മാത്രം വരാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. 1-2 പേര് മാത്രം വന്ന് ഒരു ബൈസ്റ്റാൻഡർ മാത്രം വന്ന് കാണിച്ച് വൈകുന്നേരം വരെ അവർ തിരിച്ചു പോകുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതിന് 2 ചെക്ക് പോസ്റ്റിലും രജിസ്റ്റർ വെക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ വിശ്വാസികളും കുരുത്തോല പ്രദക്ഷിണവുമില്ലാതെ ദേവാലയങ്ങളിൽ ഓശാന ഞായർ. വൈദികനടക്കം 5 പേർ മാത്രമാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നു ഓശാന ഞായർ ആചരണം. വിശ്വാസികൾക്ക് ദേവാലയങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നാൽ ചടങ്ങുകൾ തത്സമയം കാണാൻ സൗകര്യമൊരുക്കിയിരുന്നു. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ദാവീദിൻ സുതനോശാന ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. ഈ മഹാമാരിയെയും നമ്മൾ അതിജീവിക്കും, യാതൊരു സംശയവുമില്ല. കാരണം എന്തെല്ലാം മഹാമാരികളെ ലോകം നേരിട്ടിരിക്കുന്നു. തിരുവനന്തപുരം പട്ടം തിരുസന്നിധിയിൽ കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസൈ പാക്കിമാണ് പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകിയത്. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ ദേവാലയത്തിൽ വരാപ്പുഴ ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഓശാന ശുശ്രൂഷകൾ. കരിങ്ങാച്ചിറ പള്ളിയിൽ യാക്കോബായ സഭ മെട്രോപൊളിറ്റൻ ജോസഫ് മാർ ഗ്രിഗോറിയസ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർത്താമ സഭാസ്ഥാനമായ തിരുവല്ല പുലാത്തീനിൽ ജോസഫ് മാർത്തോമയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പരിമലപ്പള്ളി, മഞ്ഞനിക്കര, നിരണം,
തുമ്പമൺ സെന്റ് മേരീസ് കത്തീഡ്രൽ തുടങ്ങിയ ദേവാലയങ്ങളിലും ശുശ്രൂഷകൾ നടന്നു. വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലെ ചടങ്ങുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് ഓശാന പെരുന്നാൾ സംഘടിപ്പിച്ചതിന് കാസർഗോഡ് പള്ളി വികാരി ഉൾപ്പെടെ 7 പേർ അറസ്റ്റിൽ. അമ്പലത്തറ പോർക്കളത്താണ് സംഭവം. കൃപാനിലയം MCPS പള്ളിയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിനിടെ ക്വാറന്റൈൻ ചട്ടം ലംഘിച്ചതിന് കോവിഡ് ബാധിച്ച കുമ്പള ഏരിയാൽ സ്വദേശിയുടെ മകൻ അറസ്റ്റിലായി. പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസ് പ്രകാരമാണ് അറസ്റ്റ്. സംസ്ഥാനത്ത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴയും കാറ്റും. വൈകിട്ട് 4 മണിയോടെ തുടങ്ങിയ മഴ തിരുവനന്തപുരം നഗരത്തിൽ 1 മണിക്കൂറോളം തുടർന്നു. ഇന്നും നാളെയും ശക്തമായ മഴ തെക്കൻ കേരളത്തിലുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ കേരളത്തിൽ രൂപപ്പെട്ട അന്തരീക്ഷ ചുഴി വടക്കോട്ട് പോകുന്നതിൽ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിലും മഴ ലഭിക്കും. ആഘോഷമായി നടത്താനിരുന്ന വിവാഹം വരനും വധുവും മാത്രമുള്ള ചടങ്ങാക്കി ചുരുക്കി. കോവിഡ് കാലത്തൊരു മാതൃകാ വിവാഹം. മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ഈ വാർത്ത. വധു മഞ്ചേരി തുറക്കൽ സ്വദേശിനി ആമിന നഹ്ല, വരൻ മോങ്ങം സ്വദേശി സൽസബിൽ. കുടുംബത്തിലുള്ളവരെ പോലും വിളിക്കാതെ വധുവിനെ വരന്റെ കയ്യിൽ നൽകി വിവാഹം ചടങ്ങ് മാത്രമാക്കി ആമിന നഹ്ലയുടെ പിതാവ് കുന്നുമൽ ഷെരീഫ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ നമ്മളെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ കല്യാണം അവിടെ വെച്ച് ക്ഷണിക്കലും നിർത്തി, പിന്നെ കല്യാണം ലളിതമാക്കി ആക്കാനും തീരുമാനിച്ചത് അതുകൊണ്ടാണ്. സൽസബിൽ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ വന്നിട്ട് 3 മാസമായി. ലീവ് തീരാറായിരിക്കുകയാണ്. വിമാനം സർവീസ് പുനഃസ്ഥാപിച്ചാൽ ആദ്യ ഫ്ലൈറ്റിന് അബുദാബിയിലേക്ക് പോകണം. അതുകൊണ്ടാണ് കല്യാണം നീട്ടിവെക്കാതിരുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷം കളർഫുള്ളായി ആഘോഷിക്കാൻ കഴിയാത്തതിന്റെ വിഷമമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ മറ്റെന്ത് ചെയ്യാനാണ് എന്നാണ് ഇരുവരും പറയുന്നത്. കല്യാണശേഷം അന്ന് മുതൽ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു കല്യാണത്തെ കുറിച്ച്. ഓരൊക്കെ എല്ലാവരും ഡ്രസ് കോഡൊക്കെ എടുത്ത് എല്ലാവരോടും പോയിട്ട് പിന്നെ കല്യാണം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. സമ്പൂർണ്ണ അടച്ചിടൽ കാലത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകർ. വിളവെടുത്ത ടൺ കണക്കിന് പൈനാപ്പിൾ വിൽക്കാനാകാതെ നശിച്ചു. ലക്ഷങ്ങളാണ് ഓരോ തോട്ടത്തിലും നഷ്ടമായത്. പഴുത്തു ചീഞ്ഞു കിടക്കുകയാണ് വാഴക്കുളത്തെ പൈനാപ്പിൾ തോട്ടങ്ങൾ. ലക്ഷങ്ങൾ മുടക്കിയിറക്കിയ വിളവ് ഇങ്ങനെ നശിക്കുന്നത് ആദ്യമായാണ്. ചെടികൾ കൂട്ടത്തോടെ പിഴുതു കളയുകയാണ് കർഷകർ. ഇപ്പോൾ ഇത് നമ്മൾ പറിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പണിക്കാരെ കൂട്ടി ഇത് വീണ്ടും ചെയ്യണം. അതിന് വേറെയും പൈസ വേണം. അതുകൊണ്ട് ഇത് ഇവിടെ കിടന്ന് നശിച്ചു പോകാന്നുള്ള മാത്രമേ ഇപ്പോൾ ഒരു മാർഗമുള്ളൂ. സമ്പൂർണ്ണ അടച്ചിടലിനെ തുടർന്ന് പ്രാദേശികമായ കച്ചവടം പോലും ഇല്ലാതായി. ബംഗളൂരു, മുംബൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം കയറ്റി അയക്കുന്നതിനായി പൈനാപ്പിൾ വാങ്ങിയവരും പ്രതിസന്ധിയിലായി. COVID-19 ഒരു പശ്ചാത്തലത്തിൽ ലോഡുകൾ വാഴക്കുളത്തുനിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാണ്ടായി. പിന്നീട് ഇത് കൂട്ട് ലോക്ക്ഡൗൺ വന്നു. ഇവിടുന്ന് വാഴക്കുളത്തുനിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ലോഡുകൾ പോകാമെന്ന് ഇപ്പോൾ 2 ആഴ്ച മുമ്പ് വിളവെടുക്കേണ്ട പൈനാപ്പിളാണ് ചെടിയിൽ കിടന്ന് തന്നെ ഇത് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വില കുറഞ്ഞത് മൂലവും പ്രകൃതിക്ഷോഭം മൂലവും പ്രതിസന്ധി പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും നല്ല വിളവ് കിട്ടിയിട്ടും വിൽക്കാനാവാത്ത പ്രതിസന്ധി ഇതാദ്യമായാണ്. കർഷകനിത് മധുരിക്കുന്ന പൈനാപ്പിൾ അല്ല, നാം ഈ കാണുന്നത് ഒരു കണ്ണീർ കാഴ്ചയാണ്. വാഴക്കുളത്തു നിന്നും സിജോ വിജോൺ, ന്യൂസ് 18. കോവിഡ് ബാധിതർക്കെതിരെ നുണപ്രചാരണം പതിവാകുന്നു. ഇത്തരം പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി വടകരയിൽ കോവിഡ് സ്ഥിരീകരിച്ച യുവാവ് രംഗത്തെത്തി. നുണപ്രചാരണത്തിൽ വിഷമമുണ്ടെങ്കിലും ആരോടും പരാതിയില്ലെന്നും യുവാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ 18-ന് രാത്രി എത്തി. വീട്ടിലെത്തിയതിനു ശേഷം 19-ന് രാവിലെ ഞാനാണ് ഹെൽത്തിൽ വിളിച്ചു പറഞ്ഞത്. ഹെൽത്തിലേക്ക് വിളിച്ചു, ഇങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്താണ്, അല്ലാണ്ട് ഞാൻ ആരോടും കളവ് പറഞ്ഞിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടന്ന നുണപ്രചാരണങ്ങൾക്ക് മറുപടി പറയുകയാണ് വടകരയിൽ കഴിഞ്ഞ ദിവസം കോവിഡ് പോസിറ്റീവായ യുവാവ്. മാർച്ച് 18-ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയതു മുതൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിരുന്നെന്ന് ഇദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അത് ശരിവെക്കുന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ റൂട്ട് മാപ്പും. 15 ദിവസം യുവാവും കുടുംബവും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. രോഗലക്ഷണമൊന്നും ഇല്ലാതിരുന്നിട്ടും സ്രവ പരിശോധന വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്റെ നിർബന്ധപ്രകാരമാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തുന്നതും. ഇവിടുന്ന് എന്നോട് പറഞ്ഞു
നിങ്ങൾ കുഴപ്പമില്ല, റെസ്റ്റ് എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ എൻ്റെ നിർബന്ധ പ്രകാരം, അതായത് എൻ്റെ ഡിമാൻഡ് പ്രകാരമാണ് പിന്നെയും ഇവിടെ ഇതാക്കി ടെസ്റ്റ് ചെയ്യുന്നത്. തനിക്കും കുടുംബത്തിനും എതിരെ നടന്ന പ്രചാരണങ്ങളിൽ പ്രയാസമുണ്ട്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു സ്വാഭാവിക ഒരു വിഷമമുണ്ട്. സാരമില്ല, നോ പ്രോബ്ലം. കാരണം അവർക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ. വടകരയിലേതിന് സമാനമായ സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചവരാണ് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗവും. ഈ ദുരിതകാലം താണ്ടാൻ ചികിത്സയ്ക്കൊപ്പം മാനസികമായ പിന്തുണയും അവർക്ക് വേണം. ഒറ്റപ്പെടുത്തേണ്ടത് നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെയാണ്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. COVID-19 സ്ഥിരീകരിച്ച രോഗികളെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് സ്വകാര്യ ഹോട്ടലിൽ അവഹേളനം. രോഗികളുടെ പരിചരണത്തിനു ശേഷം സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വന്ന 20-അംഗ സംഘത്തിനാണ് കണ്ണൂരിൽ ദുരനുഭവം ഉണ്ടായത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളെ പരിപാലിച്ചതിനാലാണ് ആരോഗ്യപ്രവർത്തകരുടെ സംഘത്തോട് മാറിത്താമസിക്കാൻ ആവശ്യപ്പെട്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ കലക്ടർ ഏറ്റെടുത്ത ഹോട്ടലിലാണ് ഇവരെ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരുന്നത്. 5 ഡോക്ടർമാരും 8 സ്റ്റാഫ് നഴ്സുകളും 7 നഴ്സിംഗ് അസിസ്റ്റന്റുകളും ഉൾപ്പെടെയുള്ള സംഘത്തിനാണ് ദുരനുഭവം ഉണ്ടായത്. കൃത്യമായ വായുസഞ്ചാരമില്ലാത്ത മുറികളാണ് ഹോട്ടൽ അധികൃതർ ഇവർക്ക് നൽകിയത്. നിലവാരം കുറഞ്ഞ പ്രാതലും നൽകി. ചൂടും കൊതുകും സഹിക്കാൻ കഴിയാതെ 20-അംഗ സംഘം പ്രതിസന്ധിയിലായി. തുടർന്ന് ആരോഗ്യവകുപ്പ് ഇടപെട്ട് എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഹാമാരിയെ നേരിടുന്ന മുന്നണി പോരാളികൾക്കുണ്ടായ ദുരനുഭവം സാമൂഹ്യമാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. രാജ്യമെമ്പാടും ആരോഗ്യപ്രവർത്തകരെ ആദരിക്കുമ്പോഴാണ് കണ്ണൂരിൽ അവർക്ക് ഈ ദുരനുഭവം. ഏതായാലും സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന സൂചന. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. ലോക്ഡൌൺ ആഘോഷിക്കാൻ മുള്ളൻ പന്നിയെ വേട്ടയാടിയ നായാട്ട് സംഘത്തിന്റെ തോക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂർ ചെറുപുഴയിലാണ് സംഭവം. പോലീസിനെ കണ്ട് 3-അംഗ സംഘം ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സംഘം വേട്ടയാടിയ മുള്ളൻ പന്നിയെ കണ്ടെത്തി. ടർക്കിഷ് വിപ്ലവ ഗായിക ഹെലിൽ ബോലക്കിന് വിട. മ്യൂസിക് ബാൻഡിന് തുർക്കി ഭരണകൂടം വിലക്കേർപ്പെടുത്തിയതിനെതിരെ 288 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു ഹെലിൽ. Açlık yoksulluk çekmişik her sabahın seherinde güven hatta birikmişik her sabahın seherinde güven hatta birikmişik. പുതിയ ജീവിതം ലഭിക്കും, ഇവിടെയും എല്ലായിടത്തും ചൂഷണം തുടരാനാകില്ല എന്നിങ്ങനെ അധികാരവർഗത്തെ അസ്വസ്ഥമാക്കുന്ന കാതിരമ്പമായിരുന്നു ഹെലിന്റെ പാട്ടുകൾ. 2016 തുർക്കിയിലെ എർദോഗൻ ഭരണകൂടം ഹെലിന്റെയും സംഘത്തിന്റെയും വിപ്ലവഗാനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു. ലോകമെങ്ങും പ്രതിഷേധങ്ങൾ അരങ്ങേറിയെങ്കിലും ഫലമുണ്ടായില്ല. അറസ്റ്റിലായ സഹപ്രവർത്തകരെ വിട്ടയക്കുക, യോറം എന്ന മ്യൂസിക് ബാൻഡിന്റെ വിലക്ക് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹെലിനും ഇബ്രാഹിം ഗോക്ചക്കും 288 ദിവസം മുമ്പ് നിരാഹാരം തുടങ്ങിയത്. സ്വന്തമായി നിൽക്കാൻ പോലും കഴിയാതെ സഹപ്രവർത്തകയ്ക്ക് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഇബ്രാഹിമും എത്തിയിരുന്നു. ഹെലിന് വിട നൽകാനെത്തിയവർ പാടിയ മെയ്യൊന്ന് എന്ന പാട്ടിന്റെ അവസാന വരികൾ ഇങ്ങനെയായിരുന്നു: സ്വേച്ഛാധിപതികൾ ഇല്ലാതെയാകുന്ന നാൾ വരും, വിപ്ലവം ജ്വലിക്കുമ്പോൾ കടലാസു പോലെ എരിഞ്ഞമരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.